ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നതൊരു സെയിൽ പോസ്റ്റുമാണ്. സംഭവം കഴിഞ്ഞ ലോഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം ബഡാണ്, ഫ്ലവറിങ് ആയത് കുറവേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലവറിങ് ആയതൊക്കെ ഞാൻ അന്നേരം വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഇനി ബഡുള്ളതൊക്കെ ഫ്ലവർ ആയതാണ് പിക്കിടുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് നാളെ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ടുള്ള എഴുത്തും കാര്യങ്ങളൊക്കെയാണ്. അഡ്രസ്സൊക്കെ എഴുതുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റും കൂടി ആയിട്ടാണ് വന്നേക്കുന്നത്. സംഭവം നാളെ ഏകദേശം ഒരു 50-60ഓളം കൊറിയർ പാക്ക് ചെയ്യാനുണ്ട്. ജമന്തി കോംബോ, റോസ് കോംബോ എല്ലാം കൂടി ഒരു 60+ കൊറിയർ നാളെ അയക്കാനുണ്ട്. ഇന്ന് ഹോം ഡെലിവറി ഉണ്ടായിരുന്നു ട്രിവാൻഡ്രം. അപ്പോൾ ഉച്ചത്തേക്കുള്ള വെയിലെല്ലാം കൂടെ കൊണ്ടിട്ട് എനിക്ക് ഹെൽത്തിന് കുറച്ച് ഇഷ്യൂ വന്നിട്ടുണ്ട്. തലവേദനയും പിന്നെ പനിയുടേത് ആരംഭമാണെന്ന് തോന്നുന്നു. മെഡിസിൻ കഴിച്ചിട്ട് ഇപ്പോൾ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പേർക്കുള്ളതൊക്കെ ഞാൻ എഴുതി വെച്ചു. കാരണം കഴിഞ്ഞ ആഴ്ച ഉള്ളതൊക്കെ കുറച്ച് ഇത്രയും മാത്രമേ ഞാൻ എഴുതിയുള്ളൂ. എനിക്ക് ബാക്കിയിരുന്ന അഡ്രസ്സ് എഴുതാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ ഹെൽത്ത് അത്രയും ഡൗൺ ആണ്, ഒട്ടും ഓക്കെ ആയിട്ടില്ല. മെഡിസിൻ കഴിച്ചു, എനിക്ക് എഴുതാനോ ഒന്നിനും പറ്റുന്നില്ല. അപ്പോൾ നാളെ മാക്സിമം പറ്റുന്നത് മാത്രമേ, എന്നെക്കൊണ്ട് പറ്റുന്നത് എത്രത്തോളം ഒന്നും അറിയില്ല, ഇത്രയും പേർക്ക് ചിലപ്പോൾ അയക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ പിന്നെ നെക്സ്റ്റ് ഡേക്ക് കുറച്ച് പേർക്കുള്ളത് അയക്കാമെന്ന് കരുതുന്നു. സ്പീഡ് പോസ്റ്റും പിന്നെ കേരളത്തിന് പുറത്തുള്ളവർക്കും തമിഴ്നാടും പിന്നെ കർണാടക അങ്ങോട്ടൊക്കെ കുറച്ച് പേർക്കുണ്ട്. അവർക്കൊക്കെ നാളെ തന്നെ സ്പീഡ് പോസ്റ്റിൽ മാക്സിമം അയക്കും. ബാക്കി കേരളത്തിനകത്തുള്ളവർക്ക് കുറച്ച് പേർക്കുള്ള ഓർഡർ മാത്രമേ ഞാൻ അയക്കുള്ളൂ കേട്ടോ. കാരണം ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ല, എനിക്കത് സ്ട്രെയിൻ ചെയ്ത് എഴുതാനായിട്ട് പറ്റുന്നില്ല. നല്ല ഹെഡേക്ക് ഉണ്ട്. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ് എഴുതുന്ന കാര്യം. അഡ്രസ്സ് ഫുൾ എഴുതിയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നൈറ്റ് ഇന്ന് പാക്കിങ് ചെയ്യേണ്ടതാണ്. കുറച്ച് പേർക്കുള്ളതൊക്കെ നൈറ്റ്, അതായത് സ്പീഡ് പോസ്റ്റൊക്കെ അയക്കാനുള്ളത് നൈറ്റ് പാക്ക് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ കാരണം ഇവിടെ 10:30 വരെ ഒരു കൊറിയർ എടുക്കുകയുള്ളൂ സ്പീഡ് പോസ്റ്റ്. അപ്പോൾ അവർക്കുള്ളതൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുമ്പോൾ ഇപ്പോൾ പറ്റുന്നില്ല പാക്കിംഗ് ഒന്നും. അപ്പോൾ അവർക്കുള്ളതൊക്കെ നാളെ മോർണിംഗേ പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കിയുള്ളവർക്കും മാക്സിമം അയക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. കൺഫേം അല്ല. അപ്പോൾ അവരൊന്ന് ക്ഷമിക്കുക കേട്ടോ എന്നോട്. കാരണം ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ലാത്തത് കൊണ്ട് മാത്രമാണ് അയക്കാനായിട്ട് ഡിലേ വരുന്നത്. മാക്സിമം നാളെ തന്നെ അയക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ ഇതൊക്കെ ഇപ്പോൾ വന്ന വെറൈറ്റീസിൽ ഫ്ലവറിങ് ആയതാണ് കേട്ടോ. ഇതൊക്കെ മോർണിംഗൊക്കെ എടുത്ത് വെച്ചതാണ്. മോർണിംഗും ഒക്കെ ആയിട്ട് എടുത്ത് വെച്ചത്. രാവിലെ ഇവിടുന്ന് ഹോം ഡെലിവറിക്ക് പോയതാണ്. അപ്പോൾ ഇന്ന് ഫുള്ള് മണ്ണന്തല, പൗടിക്കോണം, മണ്ണന്തല, കാച്ചാണി, വട്ടിയൂർക്കാവ് ലൊക്കേഷൻസിലായിരുന്നു ഹോം ഡെലിവറി ഉണ്ടായിരുന്നത്. ഏകദേശം 7-8 പേർക്ക് എങ്ങാണ്ടോ കൊറിയർ കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ ഊരുട്ടമ്പലം, മലയങ്കീഴ്, മൂങ്ങോടി ലൊക്കേഷൻസിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർക്കുള്ള എല്ലാ കൊറിയേഴ്സും കൊടുത്തിട്ടുണ്ട്, ഹോം ഡെലിവറി ചെയ്തിട്ടുണ്ട്. എന്നും നല്ല വെയിലാണ്. എന്നിരുന്നാൽ പോലും ഇന്ന് പക്ഷേ എനിക്കത് നല്ലപോലെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയാണ് ജലദോഷവും ഒക്കെ ഉണ്ട്, മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുക. പിന്നെ നല്ലപോലെ ഹെഡേക്ക്, തലവേദന. കാരണം എഴുതുന്നത് ഇത്തിരി പാടാണ്. തലവേദന, കണ്ണിന് സ്ട്രെയിനാണ്. അത് മാത്രമല്ല എഴുതുമ്പോഴത്തേക്കും നല്ല തലക്കനമുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ എഴുത്ത് മതിയാക്കി. അതാണ് നിങ്ങൾക്ക് പിന്നെ വീഡിയോ കൂടെ എടുത്ത് കാണിച്ചു തരാമെന്ന് കരുതിയത്. ഓവറായിട്ട് സംസാരിക്കാനൊന്നിനും പറ്റുന്നില്ല, മൂക്കൊക്കെ അടഞ്ഞിരിക്കുക. കുറച്ച് പ്രശ്നമാണ്. എന്നിരുന്നാൽ പോലും മാക്സിമം കുറച്ച് പേർക്കുള്ളതൊക്കെ നാളെ തന്നെ അയക്കാം കേട്ടോ. നാളെ കുറച്ച് പേർക്കുള്ളത് അയക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ചൊവ്വാഴ്ച, ബുധൻ, വ്യാഴം, വെള്ളി ഈ ദിവസങ്ങളിലും കൂടി ആയിരിക്കും ബാക്കിയുള്ളവർ കൂടെ അയച്ചു തരുന്നത്. കുറേ പേർക്ക് കഴിഞ്ഞ ആഴ്ചയിൽ പെൻഡിങ് വന്നൊരു 4 പേരും കണ്ടുണ്ട്. അവർക്കുള്ളത് എന്തായാലും നാളെ തന്നെ അയക്കും. അതിനുശേഷമുള്ളവർക്ക് ഉടനെ തന്നെ അയക്കാം കേട്ടോ. പിന്നെ വീഡിയോ ആരൊക്കെ കാണുമെന്നറിയില്ല. ചിലപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഓർഡർ തന്നവരൊക്കെ ചിലപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വീഡിയോ കാണുന്നത്. എന്താണെന്നറിയില്ല. കാരണം വാട്സപ്പിൽ വന്നിട്ട് വഴക്ക് പറയാനൊക്കെ ആൾക്കാർ വഴക്ക് പറയത് തന്നെ, ആരും വന്നിട്ട് അയക്കാത്തതെന്ന് ചോദിച്ചിട്ട് ഒരു ദിവസമൊക്കെ ഡിലേ വന്നു കഴിഞ്ഞാൽ വഴക്ക് പറയുന്നുണ്ട് കുറച്ച് പേരൊക്കെ. പ്ലാൻസ് അയച്ചില്ല എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ കഴിഞ്ഞ ആഴ്ചയും ഹോം ഡെലിവറിയിൽ ഒരു ഇഷ്യൂ വന്നു. പ്ലാൻസ് ഓർഡർ ചെയ്തിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റിയില്ല, എന്ന് കറക്റ്റ് ടൈമിന് എത്തിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. ഇത്രയും റൂട്ട് ഓടിയെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവത്തില്ല. കാരണം ഇവിടെ നിന്നിട്ട് ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ എല്ലാ ലൊക്കേഷൻസിലും കൊണ്ടെത്തിക്കാനായിട്ട് അത്രയും സ്ട്രെസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്തടുത്തുള്ള പ്ലേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1, 2, 3 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാൻ പറ്റും. പിന്നെയുള്ള ലൊക്കേഷൻസിലൊന്നും ചിലപ്പോൾ ഒരു 20 മിനിറ്റ് ട്രാവൽ ചെയ്താലായിരിക്കും അടുത്ത ലൊക്കേഷനിലെത്തുക. അവിടെ നിന്ന് 10, 15, 20 കിലോമീറ്റർ വീണ്ടും ഉണ്ടാവും അടുത്ത കസ്റ്റമറിൻ്റെ അടുത്ത് എത്താനായിട്ട്. ഇങ്ങനെയാണ് ടൈം ലാഗ് വരുന്നത്. പിന്നെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് അവർ ചിലപ്പോൾ കോൾ ചെയ്താൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയും ലാഗ് വരാറുണ്ട്. കസ്റ്റമേഴ്സ് ചിലപ്പോൾ ടൈമിന് കോൾ എടുത്തെന്ന് വരില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വീട് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ലാഗ് ആവുന്നത്. ഒരു കസ്റ്റമറുടെ അടുത്ത് ഒരു 10 മിനിറ്റ് ലാഗ് ആയാലും അടുത്ത കസ്റ്റമർ ചിലപ്പോൾ 2 മണി എന്ന് പറയുന്നത് ചിലപ്പോൾ 2:10, 2:15 ആവും എത്താനായിട്ട്. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ നാളെ ഞാൻ കൊറിയർ അയച്ച് തീർക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്ലാൻസ് ഓർഡർ ചെയ്തവർ എന്നോടൊന്ന് സഹകരിക്കുക കേട്ടോ. കാരണം നിങ്ങൾക്ക് എന്തായാലും ഈ ആഴ്ച തന്നെ പ്ലാൻസ് അയച്ച് തീർക്കും. അപ്പോൾ താങ്ക് യു.